പഞ്ചാബിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ വിമർശനത്തിൽ നവജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ നവജോത് കൗർ സിദ്ധുവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. 500 കോടി കൈവശമുള്ളവർക്കേ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയൂ എന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ നടപടി. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, കോൺഗ്രസിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ പ്രസ്താവനയാണ് ഈ 500 കോടി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാം കോൺഗ്രസിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാം കോൺഗ്രസിൽ എന്ന ഈ പഞ്ചാബിലെ നേതാവിന്റെ ഭാര്യയുടെ പരാമർശം. സിദ്ധുവിനെതിരെയും നടപടി എടുക്കേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു ആരോപണമാണ് മുൻ PCC അധ്യക്ഷൻ നവജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ നവജോത് കൗർ നടത്തിയത്. 500 കോടി രൂപയുടെ സൂട്ട് കേസ് ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം എന്ന് വാഗ്ദാനം ലഭിച്ചതായാണ് നവജോത് കൗർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. ഇത് വലിയ തോതിൽ തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾ ആയുധമാക്കുകയും കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നവജോത് സിംഗ് കൗറിന് എതിരെ നടപടി, അവരെ സസ്പെൻഡ് ചെയ്യുന്ന തീരുമാനമുണ്ടായത്. അതേസമയം സിദ്ധു ഈ വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സിദ്ധുവിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നു. ഹൈക്കമാൻഡാണ് ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടത് എന്നാണ് ഈ PCC അധ്യക്ഷൻ അമരീന്ദർ സിംഗ് ജവാറിംഗ് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം നവജോത് സിംഗ് സിദ്ധു ഹൈക്കമാൻഡുമായി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി ഏറെ അടുപ്പമുള്ള ഒരു നേതാവാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രാദേശിക നേതൃത്വം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എങ്കിൽ പോലും ഹൈക്കമാൻഡിന് വിഷയത്തിൽ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. നിലവിൽ ഈ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് കാരണം നവജോത് സിംഗ് സിദ്ധു PCC അധ്യക്ഷൻ എന്ന നിലയിൽ നടപ്പാക്കിയ നടപടികൾ, അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ, സ്വന്തം സർക്കാരിനെതിരെ PCC അധ്യക്ഷൻ തന്നെ ആരോപണം ഉന്നയിച്ച സാഹചര്യം തുടങ്ങിയവയാണ് എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തുടർന്ന് തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ സിദ്ധുവിനെ PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായത്. അതിനുശേഷം എന്നാൽ സിദ്ധു ഇപ്പോൾ സജീവമായി രാഷ്ട്രീയത്തിൽ ഇല്ല. എന്നാൽ സിദ്ധു സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും നവജോത് കൗർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ തന്നെ സംസ്ഥാനത്ത് 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നും പാർട്ടി നേതൃത്വത്തിൽ തമ്മിലടിയുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ്. ശരി ബൽറാം, 500 കോടിയുടെ സൂട്ട് കേസ് ഉണ്ടെങ്കിൽ പഞ്ചാബിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കഴിയുമെന്നാണ് നവജോത് സിംഗ് സിദ്ധുവിന്റെ ഭാര്യ വലിയ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെയാണ് അവരെ സസ്പെൻഡ് ചെയ്ത്. സിദ്ധുവിനെതിരെയും നടപടി എടുക്കേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് എന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.